Hey guys, welcome back മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഡിവിഷൻ മാച്ച് ആയിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ മച്ചാമാരെ ഓൾറെഡി നമ്മുടെ എന്താ പറയുക 107 സുവാരസിൻ്റെ കുറേ 125 കോയിനുള്ളൊരു ട്രിക്ക് ഉണ്ട്. അതായത് 100 കോയിൻ കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നൊരു ട്രിക്കിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും പോയി കാണുക. അതുപോലെ നമുക്കൊരു വ്ളോഗിൻ്റെ ചാനലും ഉണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ മച്ചാമാരെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു കിടിലൻ മാച്ച് വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ഒരു മാച്ച് കളിക്കാന്ന് വെച്ചാൽ ഇനി നമ്മൾ ഉറപ്പായിട്ട് എന്താ പറയുക റാങ്കഡ് ആയിട്ടുള്ള ഇതൊക്കെ വരുന്നതിനനുസരിച്ച് ഡിവിഷൻ 1 കയറാനാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മാച്ചുകളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണൻറ്റ് വന്നിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഓൾറെഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റേഡിയം ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഓൾറെഡി ട്രഫോർഡാണ് ഇപ്പോൾ ഇടാറ്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഇപ്രാവശ്യം ഗൈസ് എന്താ പറയുക കുറേ നാളിന് ശേഷമാണ് നമ്മുടെ റാഷ്ഫോർഡിനെ ഇറക്കി. എന്തായാലും ഗൈസ് 4-3-1-2 ആണ്, പൊസിഷൻ ഗെയിമിംഗ് ആണ് നമ്മുടെ ഓപ്പോണൻറ്റ്. എന്തായാലും ഒരു കിടുക്കൻ ഓപ്പോണൻ്റാണ് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാവരെ ഞാൻ ഓൾറെഡി ഈ പ്രാവശ്യം റാഷ്ഫോർഡിനെ ഇറക്കാൻ കാരണം നമുക്ക് ഈ അപ്ഡേറ്റിന് ശേഷം കുറേ പ്ലേയേഴ്സിന് നല്ല ഇത് വന്നിട്ടുണ്ട്, ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട് കൊനാമി. അപ്പോൾ എനിക്ക് തോന്നുന്നു റാഷ്ഫോർഡ് അതിൽ പെട്ട ഒരാളാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് റാഷ്ഫോർഡിന് വെച്ചൊരു മാച്ച് കളിപ്പിച്ച് നോക്കാം. എന്തായാലും ഗൈസ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ CF കോംബോ ഒക്കെ ഏതാണ്. എന്തായാലും മച്ചാന്മാരെ നമുക്ക് എന്തായാലും നമ്മുടെ ഡിവിഷൻ മാച്ച് കളിക്കാം. ഓക്കെ, ഇപ്പം പിന്നെ PvP കാറ്റഗറി എന്നൊക്കെ പറഞ്ഞ് കുറേ ഇത് വന്നിട്ടുണ്ട്. മറ്റേ ഓഫ് സൈഡ് ട്രാപ്പൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ, ആനിമേഷൻ ആയാലും. പിന്നെ ഗൈസ് എപ്പിക് അടിക്കുമ്പോൾ പുതിയ ബോക്സ് ഇത് കണ്ടായിരുന്നോ, വെറൈറ്റി ആണ്. കാരണം ആ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ടച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് സംഭവം സെറ്റാണ്, ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റാഷ്ഫോർഡിനാണ് ഫസ്റ്റ് ടച്ച് കേട്ടോ. റാഷ്ഫോർഡ് ടു ബെക്കാം ടു വിൽഷെയർ ടു കാർലോസ്, പാസ് ഡെനിൽസൺ. ഓക്കെ, അത്ര അടിക്കേണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, വാൻഡിജിക് ടു നേരിട്ട് എംബാപ്പെ. എടാ ഇപ്പോൾ പണി പാളിയാണ്. മെസ്സി കിട്ടിയിട്ടുണ്ട്, ബാസ്റ്റണി, പിന്നെ ജെറാഡ്. ബൈ ഗൈസ് ഇപ്പോൾ എന്താ വെച്ചാൽ ഈ കുറേ ആയിട്ട് ഒന്നാമത് ഈ ഭയങ്കര സ്ക്രിപ്റ്റിങ്ങും അതുപോലെ തന്നെ പ്ലേയേഴ്സിന് ഭയങ്കര ഡിലേ പാസ് ഉണ്ട്. അങ്ങനത്തെ പ്രശ്നമുണ്ട്. എനിക്ക് മാത്രമാണോ എന്നറിയില്ല, നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഗൈസ്. ഇത് കിട്ടിയെന്ന് തോന്നുന്നു. ഡെനിൽസൺ ടു റാഷ്ഫോർഡ്, ഫസ്റ്റ് ട്രൈ തന്നെ മച്ചാന്മാരെ. റാഷ്ഫോർഡ് എൻ്റെ ഗൈസ് 8-ാം മിനിറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. എന്തായാലും ഗൈസ് നമ്മുടെ റാഷ്ഫോർഡ് ഇതെന്താ ഇവിടെ ഒരു വലയൊക്കെ പോലെ. റാഷ്ഫോർഡ് ഫസ്റ്റ് ഗോൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള പ്ലേയേഴ്സിന് ഗൈസ് ബെക്കാമിനെ കൂടിയിട്ടുണ്ട് കേട്ടോ. അതെനിക്കറിയില്ല, ഇങ്ങനെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ബെല്ലിംഗത്തിനൊക്കെ കൂടിയെന്നാണ് കേൾക്കുന്നത് ഗൈസ്. വാൻഡിജിക്ക് കിട്ടിയിട്ടുണ്ട്, ജെറാഡ് ടു മെസ്സി. എടാ വീണ്ടും കിട്ടിയിട്ടുണ്ട് റാഷ്ഫോർഡ്. ഇല്ല, റോഡ്രിഗർ എടുത്തോ, പാസ് കൊടുത്താൽ മതിയായിരുന്നു. നമ്മൾ അത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. വിൽഷെയർ ഗൈസ് എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ട്. ബെക്കാംബർ ടു വിൽഷെയർ ടു പാസ് ഡെനിൽസൺ ടു റാഷ്ഫോർഡ്, പാസ് കിട്ടിയിട്ടുണ്ട്. എടാ മെസ്സിക്ക് ഇങ്ങനെ പാസ് കൊടുത്താൽ ത്രൂ പാസ് പൊട്ടത്ത് പണിയായി. ടോണി ആഡംസ് നോക്കട്ടെ ഗൈസ്, കിട്ടിയെന്ന് തോന്നുന്നു. ജെറാഡ് ടു കഫു, വിൽഷെയർ. ഓക്കെ ഗൈസ് ഒരു നല്ല കിടിലൻ പാസ് കേട്ടോ. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ടോണി ആഡംസ് ഷോട്ട് അടിച്ച് പുറത്തേക്ക് കളയുക ഗൈസ്, അല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം ഇവിടുന്ന് ഇവന്മാരങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പണി അങ്ങ് പാടും. എർവിൻ ഓക്കെ റാഷ്ഫോർഡ് ഗൈസ് വീണ്ടും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. റാഷ്ഫോർഡ് അടിച്ചടിച്ച എൻ്റെ മോനെ അതാര ഗോളിയാരാ? കസിലിയസാ ഗൈസ്? അല്ല കസിലിയസ് അല്ല ഗൈസ്, എൻ്റെ പൊന്ന് ഗൈസ്. ആ ഗോളി ആരാന്നറിയാം, നമുക്ക് നോക്കാം മച്ചാന്മാരെടാ. നല്ലൊരു കിക്ക്, പക്ഷേ ആ ഗോളി പിടിച്ചു കളഞ്ഞാലേ നമുക്ക് പണിയാവില്ലായിരുന്നു. എന്തായാലും ഗൈസ് നമുക്ക് ഡേവിഡ് ബെക്കാമിന് വീണ്ടും കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ബെക്കാം ടു ഒരു ക്രോസാണ്, മെസ്സി നടന്നിട്ടില്ല. മെസ്സിക്ക് തന്നെ വീണ്ടും കിട്ടിയിട്ടുണ്ട്. മെസ്സി കയറി വരുന്നുണ്ട്. 26-ാം മിനിറ്റ് ആയിട്ടുള്ളൂ. ഇവന്മാരെ നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത് ഗൈസ്. എടാ കയറി വരുന്ന ആ പിടിച്ച് കഫു ബെക്കംബർ. എടാ എംബാപ്പ എന്തായാലും നല്ലൊരു പണി അവിടെ തന്നോട് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലേ നമ്മൾ പെട്ടുപോയെന്ന്. എടാ ഇവന്മാർ അങ്ങോട്ട് ഓടുന്ന റോഡ്രിഗർ ഗൈസ്, ഇവന്മാരത്ത് കളി കളിക്കുന്നത്. ഓക്കെ കിട്ടിയിട്ടുണ്ട്. വിൽഷെയർ ഓക്കെ കിട്ടിയിട്ടുണ്ട്. ബെക്കാം, വിൽഷെയർ, ഡെനിൽസൺ, ബാക്ക്, റോബർട്ടോ കാർലോസ്. എടാ അത് വേണ്ടായിരുന്നു. ആ ടേൺ കോസ്റ്റേട്ടയ്ക്ക് കൊടുത്തത് പണി പാടി. 35-ാം മിനിറ്റ് ആയിരുന്നു വെച്ചാൽ നമുക്ക് എന്തായാലും ഒരു ഗോൾ നമ്മൾ ലീഡാണ്. പക്ഷേ ഒരു ഗോൾ നിന്നിട്ട് കാര്യമില്ല, കാരണം അതെപ്പോൾ വേണമെങ്കിലും അടിക്കാൻ പറ്റിയ ഇതാണ് ഗൈസ്. കിട്ടിയിട്ടുണ്ട്. ജെറാഡ്
ഓക്കെ റാഷ്ഫോർഡ് ഇത്ര ബാക്കിലടിച്ചാൽ പണി വാളൂ. ഓക്കെ കിട്ടിയിട്ടുണ്ട് റാഷ്ഫോർഡ്. എൻ്റെ പൊന്ന് കൈസ് ഇവന്മാരെന്താ അറിയോ, റാഷ്ഫോർഡിന് മിക്കവാറും ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇവിടെ അനങ്ങാൻ പറ്റാത്തത് ഗൈസ്. പക്ഷെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഓൾറെഡി ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനൊക്കെ റെക്കോർഡ് ചെയ്തതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എൻ്റെ മച്ചാമാർ ഇവന്മാർ എന്താ പ്രശ്നം എന്നറിയോ, ബെല്ലിംഗം, എംബാപ്പെ, ബാസ്റ്റണി, എടാ എംബാപ്പെ ഓഫ് ഗൈസ് രക്ഷപ്പെട്ടു മച്ചന്മാരെ, സംഭവം രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം എംബാപ്പേൻ്റെ ആ ഷോട്ട് വല്ല കറവ് പറഞ്ഞ് നമ്മളിപ്പോൾ പെട്ടേനെ. ഹാഫ് ടൈമിലാണ് കഴിച്ച് നല്ല പണി പാളിയാനെ കഴിച്ച്. ഇനിയിപ്പോൾ ഒരു ഇവന്മാർ എറിവിനെ കൊണ്ട് ചിലപ്പോൾ കറക്റ്റ് പോസ്റ്റ് തട്ടിക്കും മച്ചന്മാരെ. നമ്മൾ ഓൾറെഡി മറ്റേ ഇതാട്ടോ യൂസ് ചെയ്യുന്നത്, യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റേസിസോ റൈസ് കിട്ടിയിട്ടുണ്ട്. റോബർട്ടോ കാർലോസ് മച്ചന്മാരെ യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റേസിസോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മറ്റേ ഇതിനകത്ത് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ സെക്കൻഡ് ഹാഫ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഹാളൻഡുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ബെക്കംബർ ടു റോഡ്രി. ഓക്കെ വീണ്ടും കിട്ടിയിട്ടുണ്ട്. സാബി അലോൺസ. ഓക്കെ എടാ ഇത് പാസ് കൊടുത്താൽ മതിയായിരുന്നു. ത്രൂ പാസ് ആയി പോകാനുള്ള ഗൈസ്. ബെല്ലിംഗം ഗൈസ് ഈ ത്രൂ പാസ് കൊടുത്ത ഇതാണ് പ്രശ്നം. പക്ഷെ എപ്പോഴും അറിയാണ്ട് കൊടുത്തും പോകും. മെസ്സി. എടോ ഗൈസ് ഇവന്മാർ ഹാളനെ ഇറക്കി കേട്ടോ. ഇനി നമുക്ക് പണി പാടാണ്ട് നമുക്ക് നോക്കണം. റോബർട്ടോ കാർലോസ്. ഓക്കെ ഡെനിസ്, റോഡ്രിഗർ, മെസ്സി ആ കിട്ടിയിട്ടുണ്ട്. ബാസ്റ്റണി, പിന്നെ റോബർട്ടോ കാർലോസ്. ഒരു ക്രോസ്, നല്ലൊരു ക്രോസ് കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. കഫു ടു മെസ്സി, ജെറാഡ് അല്ല ടോണി ആഡംസ് ഗൈസ്. മെസ്സി ടു വീണ്ടും ജെറാഡ്. ഓ ഇവന്മാരെ ഡിലേ പാസ് ആക്കുകയാണ് മച്ചാമാരെ. അയ്യോ ഗൈസ് ഹാളന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ക്രോസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. റോബർട്ടോ കാർലോസ്. ഓക്കെ സേഫായിട്ട് അത് അവിടെ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ ആ പിന്നെയും കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. സംഭവം ഗൈസ് ബെല്ലിംഗം ഇവന്മാരാണ് ഇവിടെ നിന്നൊന്നും അനങ്ങുന്നില്ല, അതാണ് പ്രശ്നം. ഗൈസ് കിട്ടിയിട്ടുണ്ട് ജെറാഡ്. ഓക്കെ മെസ്സിയുടെ ടേണാണ്. അടിച്ചോ അടി എൻ്റെ പൊന്നി കഴിച്ച റോഡ്രിഗറെ അടിക്കാൻ സമ്മതിക്കുന്നില്ല. അവന്മാർ ടൈറ്റ് ടാർഗറ്റിങ് ആക്കിയിട്ടുണ്ട്, അതാണ് സംഭവം കഴിച്ച്. ഇവന്മാർ എൻ്റെ പൊന്ന് കഴിച്ച് 3 പേര് ആരൊക്കെയത് വാൻഡിജിക്കൊക്കെ കഴിച്ച്. എൻ്റെ പൊന്ന് കഴിച്ച് അത് അവന്മാർ അനങ്ങാൻ വരുന്നില്ല. ബെല്ലിംഗം. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ അടിച്ചു കളയാനായിട്ട് വേറെ വഴിയില്ല. ബെക്കംബർ ഗൈസ് ഇവിടുന്നൊരു ഇതെങ്ങനെ കിട്ടണം കേട്ടോ, പൊളിക്ക് വന്ന ഗൈസ്. ടോണി ആഡംസ്. ഓക്കെ ബെക്കാം. എടാ കിട്ടി. റാഷ്ഫോർഡ് അടിച്ചു. ഓ ഗൈസ് ഷോട്ട് അടിച്ചാൽ മതി. ഞാൻ അവിടെ പാസ് കൊടുക്കുമ്പോൾ അതാണ് പണി പാളിയത് ഗൈസ്. കിട്ടിയിട്ടുണ്ട് വീണ്ടും റാഷ്ഫോർഡ്. എന്താ പറയുക കിട്ടിയിട്ടുണ്ട്. ഡെനിസൺ. ഇവന്മാരത് പാസ് കൊടുക്കാനും സമ്മതിക്കില്ല. കോസ്റ്റായിട്ട് ഒരു വഴിക്ക്, റോഡ്രിഗർ ഒരു വഴിക്ക്. ഗൈസ് നിങ്ങളുടെയൊക്കെ ഡിഫൻസ് ചെയ്താൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓ ക്യാമവിങ്ക ഗൈസ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ ഇതാക്കിയിട്ടില്ല ക്യാമവിങ്ക ടു. ഓക്കെ കിട്ടി ഗൈസ്. റാഷ്ഫോർഡ്, മെസ്സി. ഇത് പണിയാവുന്ന അല്ലല്ല. കിട്ടി കേട്ടോ റാഷ്ഫോർഡ്. ഗൈസ് ഇതെന്താ സംഭവം എന്നറിയാം. ഇപ്പം തൊട്ട് പാസ്സൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. കിട്ടി ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മാച്ച് കഴിഞ്ഞു മച്ചാമാർ. എന്തായാലും നമ്മളാണ് ഒരു മാച്ച് ജയിച്ചത്, ഒരു ഗോളിനാണ് ലീഡ്. ഒന്ന് നമ്മുടെ റാഷ്ഫോർഡ് ഇട്ടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ല കിടിലൻ മാച്ചായിരുന്നു. അപ്പോൾ മച്ചാമാരെ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കോമ്പോസൊക്കെ എന്താണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ട്രിക്ക് വീഡിയോ ഒക്കെ നിങ്ങൾ പോയി കാണുക, നമ്മുടെ ഫസ്റ്റ് ചാനലുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിൽ കാണുന്നതായിരിക്കും ഗൈസ്. നമ്മളെ ഓൾറെഡി ഡെയിലി ലൈവ് ഉണ്ട്, നമ്മുടെ 8 മണിക്ക് രാത്രി നമ്മുടെ ആ ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കയറി കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.